നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. ഫോറൻസിക് ഫലവും വൈകുന്നു. അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും. വെള്ളക്കെട്ട് രൂക്ഷം. പ്രദേശവാസികൾ ദുരിതത്തിൽ. കായംകുളം നഗരസഭ 6-ാം വാർഡിലാണ് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായത്. സമഗ്ര ശുദ്ധജല പദ്ധതി 260 കോടിയുടെ പദ്ധതിക്കായി ടോക്കൺ തുക നീക്കിവെച്ചതിൽ പ്രതീക്ഷയോടെ പുനലൂർ. പദ്ധതി യാഥാർത്ഥ്യമായാൽ 35 വാർഡുകളിലും 365 ദിവസവും ശുദ്ധജലം ലഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ കൊല്ലം തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. ഫോറൻസിക് ഫലവും വൈകുകയാണ്. വെള്ളി, ശനി, ഞായർ വാരാന്ത്യ അവധിയായതിനാലാണ് ഫോറൻസിക് ഫലം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നത്. അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും. അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും. മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട സഹോദരി അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് തേവലക്കര തെക്കുംഭാഗം സ്വദേശിനി അതുല്യ ശേഖറിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയായിരുന്നു മരണം. പിന്നാലെ സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു. സതീഷ് അതുല്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് അതുല്യയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ കുടുംബത്തിന്റെ പരാതിയിൽ കൊലക്കുറ്റം, ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന നിരോധന നിയമം തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയായിരുന്നു. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപാതകമാണെന്നുമാണ് കുടുംബം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. വെളിച്ചെണ്ണ നിർമ്മാണ കേന്ദ്രത്തിൽ തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. കൊല്ലം രാമൻകുളങ്ങരയിലുള്ള ചക്കിലാട്ടിയ എണ്ണ നിർമ്മിക്കുന്ന വിനായക ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് സംഭവം. സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കടയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടത്. ഉടൻ കെട്ടിട ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. വെളിച്ചെണ്ണ നിർമ്മാണ കേന്ദ്രത്തിൽ തീയും പുകയും ഉയർന്നതാണ് പരിഭ്രാന്തി പരത്തിയത്. രാമൻകുളങ്ങരയിലുള്ള ചക്കിലാട്ടിയ എണ്ണ നിർമ്മിക്കുന്ന വിനായക ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം തീ പടർന്നത്. സംഭവം സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കണ്ടത്. ഉടൻ സമീപത്ത് താമസിക്കുന്ന കെട്ടിട ഉടമയെ വിവരമറിയിച്ചു. ഉടമ കട നടത്തുന്ന ആളുമായി ബന്ധപ്പെട്ട് കട തുറക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ കനത്ത പുകയായതിനാൽ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ചാമക്കടയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി വെള്ളമൊഴിച്ച ശേഷം കടയിലെ രണ്ടാമത്തെ ഷട്ടറും തുറന്നിട്ട് പുക മാറ്റി തീ കെടുത്തി. ഇവിടെ ഉണ്ടായിരുന്ന 2 ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന കൊപ്രയിലാണ് തീയും പുകയും പിടിച്ചത്. KSEB ഉദ്യോഗസ്ഥർ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. എന്നാൽ തീയും പുകയും ഉണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. അങ്ങനെയുള്ള സാധ്യതകൾ സാർ. ഈ ഒരു കാലാവസ്ഥയിലൊന്നും അങ്ങനെയല്ല, സാധ്യതകൾ മാത്രമേ ഞാൻ പറഞ്ഞു. അതല്ലാതെ ഇതിനകത്ത് വേറെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഒന്നും വെക്കുന്നില്ല. രണ്ടാമത്തെ സാധ്യത നിങ്ങൾ ഇതിനകത്ത് വലിക്കുന്നവരാരുമില്ല. പിന്നെ മൂന്നാമത്തെ സാധ്യത ഇവിടെ കിടക്കണം, അതായത് ചന്ദനത്തിനെ കൊതുക് വരും, ആ സാധ്യതയും ഇല്ല. പിന്നെ ഇതിനകത്ത് ആകെയുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും തീപ്പൊരി വീണ് കിടന്നു. ഇല്ല, ഇങ്ങനെ മനഃപൂർവ്വം കൊണ്ടുവരണം. മനഃപൂർവ്വം കൊണ്ടിടാന്ന് പറഞ്ഞാൽ അല്ല, മനഃപൂർവ്വം കൊണ്ടുവന്ന് പറഞ്ഞാലും നിങ്ങളെ പുകയുയർന്ന ഭാഗത്ത് പാത്രങ്ങളിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നെങ്കിലും തീ അതിലേക്ക് പടർന്നില്ല. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SSF കൊല്ലം ജില്ലാ സാഹിത്യോത്സവ് 26, 27 തീയതികളിൽ കൊല്ലത്ത് നടക്കും. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കടൽ മണൽ ഖനനവും സാഹിത്യോത്സവത്തിൽ ചർച്ചയാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. SSFന്റെ 32ാമത് എഡിഷൻ കൊല്ലം ജില്ലാ സാഹിത്യോത്സവമാണ് 26, 27 തീയതികളിൽ കുന്നിക്കോട് നടക്കുന്നത്. SSF കൊല്ലം ജില്ലാ സാഹിത്യോത്സവത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കടൽമണൽ ഖനനവുമാണ് പ്രധാന പ്രമേയമാവുക. മന്ത്രി KN ബാലഗോപാൽ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26-ാം തീയതിയാണ് പൊതുസമ്മേളനം നടത്തപ്പെടുന്നത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് UDFന്റെ കൺവീനറും അതോടൊപ്പം തന്നെ MPയുമായിട്ടുള്ള അടൂർ പ്രകാശ് സാറാണ്. മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത്
കൊടിക്കുന്നിൽ സുരേഷ് എം പി, അതോടൊപ്പം തന്നെ തമിഴ്നാട് VCK എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പാർട്ടിയുടെ MP ആയിട്ടുള്ള ഡോക്ടർ രവി, അതോടൊപ്പം തന്നെ KPCC എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലിയെ, CSDS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് MS സാജൻ, ദളിത് ഐക്യസമിതിയിലെ സംസ്ഥാന പ്രസിഡന്റ് KK ജിൻഷു. പരിസ്ഥിതി ആക്ടിവിസ്റ്റ് കെ സഹദേവൻ മുഖ്യാതിഥിയാകും. പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ദേവദാസ് ക്ലാപ്പന പ്രധാന പ്രഭാഷണം നടത്തും. SSF ജില്ലാ സെക്രട്ടറി അനസ് മൈലാപ്പൂർ, സെക്രട്ടറിമാരായ തൗഫീഖ, ഫൈസൽ മുയീനി, സുധീർ ഖാൻ കുളപ്പാടം എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിൽ. കായംകുളം നഗരസഭ 6-ാം വാർഡിലാണ് സംഭവം. PIP സബ് കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ളവരാണ് വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാ, ബാത്റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. ഈ വെള്ളം വന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പലവട്ടവും കാല് തന്നെ ഉരുണ്ട് വീണിട്ടുണ്ട്. പിന്നെ പാമ്പുകളുടെ ബഹളം, അടുക്കളയിൽ ഒന്നും കയറാനുള്ള കയറി കാല് തന്നെ വീഴുക, അടുക്കളയിലൊക്കെ വെള്ളം നിൽക്കുക. കായംകുളം നഗരസഭയിലെ 6-ാം വാർഡിൽ പെരുത്തറ വാഴപ്പള്ളി കനാലിന്റെ ഇരുവശങ്ങളിലുള്ള ജനങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മഴ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾ ഈ പമ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കനാല് ഈ വഴി പോകുന്ന കാരണം കൊണ്ട് ഇവരെല്ലാം പ്രയാസം അനുഭവിക്കുകയാണ്. കുടിവെള്ളത്തിനോ ബാത്റൂം സൗകര്യമോ ഒന്നും ഇവർക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രയാസകരമായിട്ടാണ്. ബന്ധുവീടുകളിലും മറ്റുള്ളിടത്തുമൊക്കെയാണ് അവരതിന് അഭയം തേടുന്നത്. വളരെ പ്രയാസമാണ്. നമുക്ക് ഇവിടോട്ട് ഒന്ന് വരാനോ അല്ലേ ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരെ പല രൂപത്തിലും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൻ്റെ ഇവരുടെ ജീവിത സാഹചര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും പല രൂപത്തിൽ പരാതികൾ പോവുകയും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് പരാതി കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിനൊന്നും ഈ ഒരു പരിഹാരമായിട്ടില്ല. അപ്പം അതിന് വേണ്ട രൂപത്തിൽ ഉള്ള ഒരു പരിഹാരമാകണം. MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതനുസരിച്ച് MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. പക്ഷേ എങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കനാല് വളരെ നിയമക്കുരുക്കിൽ കിടക്കുകയാണ്. ഇപ്പോഴും കളക്ട്രേറ്റിൽ ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വന്ന് നോക്കി. പക്ഷേ എല്ലാം കണ്ടുപോകുന്നതല്ലാതെ ഇവരുടെ ജീവിതത്തിന് ഒരു സന്തോഷകരമാകുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ കനാല് മാറ്റാനുള്ള ഒരു നിയമ നടപടി ഉണ്ടാകുന്നില്ല. 50ഓളം കുടുംബങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ്. കുടിവെള്ളവും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. കഴിഞ്ഞ 30-ലധികം വർഷമായി ഉപയോഗശൂന്യമായ കനാലിന്റെ ഇരുകരകളിലും താമസിക്കുന്നവരാണ് ദുരിതം പേറുന്നത്. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നതാണ്. MLAയ്ക്കും കളക്ടറേറ്റും എല്ലാം പരാതി കൊടുത്തതാണ്. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇത്രയും കിടന്ന് ഈ വെള്ളത്തിലെ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഒരു പിന്നെ എല്ലാം കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുമാണ് എല്ലാവരും. ഈ വെള്ളത്തിന് ഇത്രയും നാളായിട്ട് അങ്ങോട്ടൊന്നും ഒഴുക്കി പോകാൻ ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടു തന്നിട്ടില്ല. ഈ കനാൽ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. ഈ കനാൽ ഇത് പൊളിച്ച് മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ എല്ലാവരും കൂടെ പരാതി കൊടുത്തതാണ്. അതിന് തന്നിട്ടില്ല ഇതുവരെ. അത് പൊളിക്കാനുള്ള ഒരു അവസരം എല്ലാവരും കൂടെ ചെയ്ത് തരണം, അത് പരിഹാരം. അതുപോലെ തന്നെ ഈ വെള്ളത്തിലാണ് അവിടെ കാണുന്ന ഒരു ചേച്ചി ഉരുണ്ട് വീണ് കാലൊടിഞ്ഞിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ആ ചേച്ചിക്ക് ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ്. കനാൽ ഭൂമി നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിനാൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇത് രോഗഭീതിയും ഉയർത്തുന്നു. കനാലിന്റെ ഉയരം ഭൂമി നിരപ്പിലേക്ക് താഴ്ത്തുകയോ അല്ലെങ്കിൽ കനാൽ ഒഴിവാക്കുകയോ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയൂ. ഒരു കാരണവശാലും ആർക്കും പുറത്തോട്ട് പോകാനോ ആർക്കും പുറത്തുനിന്ന് അകത്തോട്ട് വരാൻ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് ഇത്രയും ഭാഗത്തുള്ളത്. ഇവിടെ ഒരു 40 വർഷക്കാലം മുമ്പാണ് ഈ കനാൽ ഇവിടെ വരുന്നത്. ഈ കനാൽ ഇവിടെ വന്നെങ്കിലും ഈ കനാൽ കൊണ്ട് ആർക്കും ഇന്ന് വരെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ജലസേചനം എന്ന് പറഞ്ഞിട്ട്, കൃഷിക്ക് ആവശ്യമായ ജലസേചനം എന്ന് പറഞ്ഞിട്ടാണ് ഈ കനാൽ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് വരെയും ഒരു നെല്ലിൻ്റെ ഒരു വിത്ത് പോലും ഈ കനാലിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇവിടെ മുളപ്പിച്ചിട്ടുമില്ല. അങ്ങനൊരു ഗുണം ആർക്കും ഉണ്ടായിട്ടില്ല. ഇത് മുഖേനയുള്ള ദുരിതമാണ് ഇവിടെ ഈ വീട്ടുകാരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ നേരത്തെ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം.
തെന്മല ആര്യങ്കാവ് പാലരുവി ജലപാതത്തിൽ സഞ്ചാരികളുടെ തിരക്കേറി. ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. ഒരാഴ്ചയായി വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആര്യങ്കാവ് പാലരുവി ജലപാതത്തിൽ ഒരാഴ്ചയായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 3350 സഞ്ചാരികളാണ് ആകെ എത്തിയത്. ശനിയാഴ്ച 2.40 ലക്ഷം രൂപയായിരുന്നു വരുമാനം. തമിഴ്നാട്ടുകാരായ വിനോദസഞ്ചാരികളാണ് കൂടുതലായി ഇവിടെ എത്തുന്നത്. ടിക്കറ്റ് കൗണ്ടറിന് പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെ പ്രവേശന കവാടത്തിന്റെ വശങ്ങളിൽ വരെ വാഹനങ്ങളുടെ വരി നീണ്ടു. പാലരുവി അധികൃതരുടെ വാഹനത്തിലും വാടകയ്ക്കെടുത്ത ഒരു KSRTC ബസ്സിലുമാണ് സഞ്ചാരികളെ ജലപാതത്തിലെത്തിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾക്ക് ജലപാതത്തിൽ പോയി വരാൻ അനുവാദമില്ല. കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നതിനാൽ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഭാഗത്താണ് സഞ്ചാരികളെ കുളിക്കാൻ അനുവദിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ കുളിസ്ഥലങ്ങൾ ഉണ്ടെങ്കിലും പ്രദേശം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ജൂലൈയിൽ ഇതുവരെ 31.35 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു. ജൂൺ ആദ്യവാരമാണ് വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി തുറന്നത്. ജൂണിൽ 27.70 ലക്ഷം രൂപയായിരുന്നു വരുമാനം. ഇതേസമയം നീരൊഴുക്ക് ശക്തമായതിനാൽ കഴിഞ്ഞ ദിവസം കുറ്റാലം, ഐന്തരുവി ഉൾപ്പെടെയുള്ള തെങ്കാശിയിലെ വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. ഒഴുക്ക് കുറഞ്ഞാൽ ഞായറാഴ്ച മുതൽ സഞ്ചാരികളെ പ്രവേശിപ്പിക്കും. അച്ചൻകോവിൽ, കുമ്പാവുരുട്ടിയിലും ശനിയാഴ്ച സഞ്ചാരികൾക്ക് നിരോധനമുണ്ടായിരുന്നു. അതേസമയം മണലാറിൽ സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. അടിസ്ഥാന സൗകര്യമില്ലാതെ കിയോസ്കിൽ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒരുക്കി. ജീവനക്കാർ വീർപ്പുമുട്ടുന്നു. ശാസ്ത്രീയമായ പരിശോധനാ സാമഗ്രികൾ ഇല്ലാത്തത് കാരണം പരിശോധനയും നാമമാത്രമാകുന്നു. സംസ്ഥാനത്തെ പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൊന്നായ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനമാണ് താളം തെറ്റുന്നത്. ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ കടത്തുന്ന മേഖല കൂടിയാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. പാതയോരത്ത് ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കിയോസ്ക് സ്ഥാപിച്ച് അതിലേക്കാണ് ചെക്ക് പോസ്റ്റ് മാറ്റിയത്. വാഹനങ്ങളുടെ പരിശോധനയും പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ മാറ്റം. 2 മുറികളിലായുള്ള കിയോസ്കിൽ ഒരെണ്ണം CI ആണ് ഉപയോഗിക്കുന്നത്. ശേഷിക്കുന്ന ഒരു മുറിയിലാണ് ഡ്യൂട്ടിയിലുള്ള മറ്റ് ജീവനക്കാരിരിക്കുന്നതും ഫയലുകളും തൊണ്ടിമുതലുകളും സൂക്ഷിക്കുന്നതും. 4 ടേണിലായി 20ഓളം ജീവനക്കാരാണ് ഇവിടെയുള്ളത്. കിയോസ്കിൽ ഇരുന്നുള്ള പരിശോധന ദുരിതമായതോടെ മുന്നിലായി പ്ലാസ്റ്റിക് ടാർപോളിൻ കൊണ്ട് മറച്ച് താൽക്കാലിക ഷെഡുണ്ടാക്കി അതിലേക്ക് മാറി. മേൽക്കൂരയും വശവും മറച്ചിരിക്കുന്ന ടാർപോളിൻ കീറി നശിച്ചതിനാൽ മഴ സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ്. കിയോസ്കിലാകട്ടെ ശുചിമുറിയടക്കമുണ്ടെങ്കിലും വെള്ളം ഇനിയും എത്തിയിട്ടില്ല. അടുത്ത വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് പ്രാഥമിക കൃത്യങ്ങൾ ജീവനക്കാർ നിർവഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. സമഗ്ര ശുദ്ധജല പദ്ധതിക്കായി പുതുതായി 260 കോടിയുടെ പദ്ധതിക്കായി ടോക്കൺ തുക നീക്കിവച്ചതിൽ പ്രതീക്ഷയോടെ പുനലൂർ. 4.5 പതിറ്റാണ്ട് പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയാണ് നിലവിൽ പുനലൂർ ആശ്രയിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ 35 വാർഡുകളിലും 365 ദിവസവും ശുദ്ധജലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം. ജില്ലയിലെ ശുദ്ധജല പദ്ധതിക്ക് ആവശ്യമായ ശുദ്ധജലം നൽകുന്ന കല്ലടയാർ കടന്നുപോകുന്നത് പുനലൂരിലൂടെയാണ്. ഓരോ ബജറ്റിലും തുക അനുവദിച്ചാലും തുടർ നടപടികൾ ഉറപ്പാക്കാൻ ജനപ്രതിനിധികളും നഗരസഭയും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങളുള്ള പ്രദേശമാണ് പുനലൂർ. വർഷങ്ങളുടെ പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയുടെ ടാങ്കും ശുദ്ധീകരണശാലയും സ്ഥിതി ചെയ്യുന്നത് പുനലൂർ പട്ടണത്തിലാണ്. 5 വർഷം പുനലൂർ മന്ത്രിമണ്ഡലമായിരുന്നു. 3 പതിറ്റാണ്ടായി LDF MLAമാർ ഉണ്ടായിരുന്നു. നഗരസഭാ ഭരണം കാലങ്ങളായി LDFന്റെ കൈകളിലാണ്. എന്നിട്ടും ശുദ്ധജല പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ അലംഭാവം തുടർന്നതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. ശുദ്ധജല പദ്ധതി നടപ്പാക്കിയാൽ 35 വാർഡുകളിലും 365 ദിവസവും ശുദ്ധജലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാതയും മലയോര ഹൈവേയും സംഗമിക്കുന്ന പുനലൂർ KSRTC ജംഗ്ഷനിൽ ഡ്രൈവർമാരുടെ ആശയക്കുഴപ്പത്തിന് അറുതിയാകുന്നില്ല. പതിവായി അപകടം നടക്കുന്ന ഇവിടെ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കുമെന്ന പ്രഖ്യാപനത്തിന് 3 വയസ്സ് പിന്നിടുന്നു. ആഴ്ചകൾക്ക് മുമ്പ് KSRTC ഡിപ്പോ കവാടത്തിൽ തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ യോഗം ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടെങ്കിലും അതും കാര്യക്ഷമമായി നടപ്പാകുന്നില്ല. നഗരത്തിൽ ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന കവലകളിലൊന്നാണ് KSRTC ജംഗ്ഷൻ. കാൽനട യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. ഇവിടെ യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ നടപടികൾ എടുക്കണമെന്ന മിക്കപ്പോഴും ശുപാർശകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല.
ഡിപ്പോ കവാടത്തിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ 2 കാൽനടയാത്രികർ ബസ്സിനടിയിൽപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ജംഗ്ഷനിൽ ഉയരവിളക്ക് സ്ഥാപിച്ചിട്ടുള്ള താൽക്കാലിക ട്രാഫിക് ഐലൻഡ് ശാസ്ത്രീയമായി പരിഷ്കരിച്ച് റൗണ്ട് അബൌട്ട് മാതൃകയിലാക്കണമെന്ന എൻഫോഴ്സ്മെന്റ് വിഭാഗം ആർടിഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ശുപാർശ ചെയ്തു. എന്നാൽ നടപടി ഉണ്ടായില്ല. കാൽനടയാത്രികരുടെ സുരക്ഷയ്ക്കായി ഇവിടെ സ്കൈവേ നിർമ്മിക്കാൻ 2019 നഗരസഭാ ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ സംരംഭകരുമായി ചേർന്നുള്ള പദ്ധതി പ്രാഥമിക ചർച്ചയോടെ തന്നെ മുടങ്ങി. 2021 സെപ്റ്റംബറിൽ PS സുബാൽ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ശാസ്ത്രീയമായി ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിനായി വൈദ്യുതി തൂണുകൾ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ അതോടെ ആ നടപടികളും അവസാനിച്ചു. 2022 ജൂലൈയിൽ കളക്ടർ നിയോഗിച്ച പ്രത്യേക സമിതി ഗതാഗത പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്താൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം അധികൃതർ ഉൾപ്പെടെ സ്ഥലം പരിശോധിച്ചു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതിനുശേഷം 3 കൊല്ലം പിന്നിടുമ്പോഴാണ് കഴിഞ്ഞ മാസം മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോൺഗ്രസ് നേതാവായിരുന്ന CV പത്മരാജൻ അനുസ്മരണം അഞ്ചലിൽ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന CV പത്മരാജൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി MM നസീർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിൽ ഇന്ന് ബഹുമാന്യനായ ആദരണീയനായ നമ്മളിൽ നിന്ന് വിടവാങ്ങിയ പത്മരാജ സാറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ ഈ യോഗം സംഘടനാപരമായിട്ടുള്ളൊരു അനുസ്മരണമാണ്. മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലും അദ്ദേഹം വഹിച്ച പങ്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായ ഒരു ആസ്ഥാനം സ്വന്തമാക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. വൈദ്യുതി മന്ത്രിയായിരിക്കെ കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളെ വൈദ്യുതീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു ഏറ്റവും മിടുക്കനായ വൈദ്യുതി മന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു. K. കരുണാകരൻ എന്ന ഏറ്റവും ശക്തനായ ദേശീയ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും തീരുമാനിച്ച K. കരുണാകരന്റെ വിശ്വസ്തനായ ഒരു അനുയായി കൂടിയായിരുന്നു അദ്ദേഹം. അഞ്ചൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സൈമൺ അലക്സ്, ഏരൂർ സുഭാഷ്, PV വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. ഫോറൻസിക് ഫലവും വൈകുന്നു. അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും. വെള്ളക്കെട്ട് രൂക്ഷം, പ്രദേശവാസികൾ ദുരിതത്തിൽ. കായംകുളം നഗരസഭ 6-ാം വാർഡിലാണ് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായത്. സമഗ്ര ശുദ്ധജല പദ്ധതി 260 കോടിയുടെ പദ്ധതിക്കായി ടോക്കൺ തുക നീക്കിവെച്ചതിൽ പ്രതീക്ഷയോടെ പുനലൂർ. പദ്ധതി യാഥാർത്ഥ്യമായാൽ 35 വാർഡുകളിലും 365 ദിവസവും ശുദ്ധജലം ലഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.